എല്ലാം പഠിച്ചു പറയുന്ന ആളാണ് വി ഡി സതീശൻ എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളും അതേപോലെ തന്നെ മൂപ്പര് സ്വയമേവയും പറയാറുള്ളത്. അങ്ങനെ ഒരാള് KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് എന്താ? UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ്. അതിന് തന്നെ വർഷത്തിൽ ഏകദേശം 800 കോടി രൂപ ചെലവുണ്ടെന്നും ബാക്കി കാര്യം പിന്നീട് പഠിക്കുമെന്നുമാണ് എല്ലാം പഠിച്ചു പറയുന്ന സതീശൻ ഇപ്പൊ പറയുന്നത്. ടൂറും തീർത്ഥാടന യാത്രയും വരെ മെയ് 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തള്ളിയത് മൂപ്പര് എന്ത് പഠിച്ചിട്ടാണാവോ? എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ വേറൊരു കാര്യമുണ്ട്. ഇതിനിടയിൽ പ്രതിമാസം 1000 രൂപ വെച്ച് ഇടത് സർക്കാർ നൽകിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. ആർക്കും ലഭിച്ചിട്ടില്ല. 31 ലക്ഷം സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് ഇടത് സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന കണക്കാക്കിയിരുന്ന ആ പദ്ധതിയിൽ തുടക്കത്തിൽ തന്നെ 17 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 170 കോടി രൂപ ചെലവ് വരുന്ന ആ പദ്ധതി നിർത്തിയത് കാരണം സർക്കാരിന് വർഷം ലാഭിക്കാൻ കഴിയുക 2040 കോടി രൂപയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, തുടർന്നുള്ള മാസങ്ങളിൽ കൂടുതൽ അപേക്ഷകൾ വരുന്ന മുറയ്ക്ക് അത് നേരത്തെ സർക്കാർ പ്രതീക്ഷിച്ച 31 ലക്ഷത്തിലേക്ക് ഉയരുകയാണെങ്കിൽ പ്രതിവർഷം 3720 കോടി രൂപയായി ഉയരും. അതൊക്കെ നമുക്ക് വിടാം. നിലവിൽ കൊടുക്കുന്ന കണക്ക് പ്രകാരം നോക്കിയാൽ പോലും എന്താണ് അവസ്ഥ? സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാത്തതിലൂടെ 2040 കോടി രൂപ ഖജനാവിനെ ലാഭിച്ച് 800 കോടി രൂപ KSRTCക്ക് സൗജന്യം നൽകാൻ വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി കൈയടിക്കുന്ന സതീശ ഭക്തരോട് എന്ത് പറയാനാണ്? എന്നാൽ ഇപ്പോൾ നൽകുന്ന ഈ സൗജന്യത്തിലെ കുഴപ്പങ്ങളെക്കുറിച്ചും ഇവർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അഗസ്റ്റിൻ പറയുന്ന വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ കാലത്തും ഒരു ധനമന്ത്രി അല്ലെങ്കിൽ ധനമന്ത്രിയോട് പോലും അന്നത്തെ കാലത്ത് എല്ലാ ധനമന്ത്രിമാരോടും ഈ ധനകാര്യ വിദഗ്ധനെ പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനകത്ത് ഞാൻ ധനമന്ത്രിയായിരുന്നാൽ എന്നുള്ളതൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഞാനിത് സ്റ്റഡി ചെയ്തിട്ടില്ല, ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് തീരുമാനം എടുത്തിട്ട് പറയൂ എന്നുള്ളത്. നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലും കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, ഈ വോട്ട് പിടിക്കാൻ വേണ്ടി ഫ്രീ ബി പരിപാടികൾ നടത്താറുണ്ട്. കർണാടകയിൽ കണ്ടിട്ടുണ്ട്, TV തരാം, ഫ്രിഡ്ജ് തരാം, നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്തോ, സൈക്കിൾ തരാം എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു ധനകാര്യ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന VD സതീശൻ്റെ 2-3 വാഗ്ദാനങ്ങൾ. ഒന്ന്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. 2, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ. 3, കേരള സാമൂഹിക പെൻഷൻ 3000 വർദ്ധിപ്പിക്കൽ. 4, ഉമ്മൻചാണ്ടി ആരോഗ്യ പദ്ധതി 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ്. പിന്നെ അടുത്തത് 5ാമതാണ് യുവ സംരംഭകർക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ. ഈ 5 സംവിധാനം കൂടെ ഇപ്പം നിങ്ങൾ ഒരു KSRTCൻ്റെ 80 കോടി മാസം കൊടുത്ത് 800 കോടി രൂപ സംവിധാനം മാത്രമാണല്ലോ ഇപ്പോൾ പറയുന്നത്. 800 കോടി രൂപ സർക്കാർ നഷ്ടം വരുമെന്ന് പറയുന്നത്. ഈ സംവിധാനം എല്ലാം കൂടി നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിൽ 1 ലക്ഷം കോടി വേണം. മനസ്സിലായോ? ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ UDF സർക്കാർ ഈ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്? ഇതിനകത്ത് ഒന്നാമത്തെ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ വന്നിരുന്നത് വളരെ വ്യസനത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾ 800 കോടി രൂപ നഷ്ടം വരുത്തിയിട്ടാണ് കേട്ടോ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയാണ്. മനസ്സിലായോ? അപ്പം ഈ 5 ബജറ്റ് കൂടെ കേരളത്തിൽ താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതിയാണോ UDF പ്രഖ്യാപിച്ചത്? ഞാൻ പറയുന്നത് ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറയാം, ഇത് കേരളത്തിലെ വോട്ടർമാരെ ക്ലിയർ കട്ടായി വഞ്ചിച്ച സംവിധാനമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അറിയോ? ഒന്നാമത്തെ കാര്യം, 12,500 ബസ്സുകളാണ് കേരളത്തിൽ മൊത്തം ഈ പൊതുമേഖല ഇതിലുള്ളത്. പൊതുഗതാഗത ഭാഗത്തുള്ളത്. അതായത് 9000 പ്രൈവറ്റ് ബസ്സും 3500 KSRTC ബസ്സും. ഇത്രയാണ് മൊത്തത്തിലുള്ളത്. 3500 KSRTC ബസ് കൊണ്ട് കേരളത്തിലെ പൊതുഗതാഗതം നടപ്പിലായി പോവോ? ബസ്സുകളുടെ യാത്ര നടക്കുമോ? 12,000 3500 ബസ് 9000 ബസ്സായിരുന്നാ പ്രൈവറ്റ് ബസ്സുകളാണ്. ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇതിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി സ്ത്രീകളാണ് കേരളത്തിൽ. ആ പറയുന്ന സംവിധാനത്തെ മുഴുവൻ തച്ചടയ്ക്കുന്ന സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 ബസ്സുള്ള ഒരു മുതലാളി ഉണ്ട് നോക്കുക, അല്ലെങ്കിൽ 10 ബസ്സുള്ള ഒരു മുതലാളി ഉണ്ട് നോക്കുക, 5 ബസ് നഷ്ടത്തിലും 5 വർഷം ലാഭത്തിലുമായിരിക്കും. ആ ബിസിനസ് പൊളിയും. കാരണം KSRTCയുള്ള ഭാഗങ്ങളിലേക്കുള്ള എല്ലാ KSRTCയുള്ള 3500 ഈ പറഞ്ഞ 1500 ഓർഡിനറി 1600 ഓർഡിനറി ബസ്സുകൾ തള്ളി മറക്കുകയാണ് കേട്ടോ. കേരളത്തിൽ 5000 ബസ്സുണ്ട്, അതിൻ്റെ അകത്ത് 4000 നടപ്പിലാക്കുന്നൊന്നും അത്രയൊന്നുമില്ല. 3500 താഴെ ബസ്സുകളേ ഉള്ളൂ. 1600 ബസ്സുകൾ മാത്രമേ ഇപ്പോൾ കട്ടപ്പുറത്തല്ലാതെ ഓർഡിനറി ഓടുന്നുള്ളൂ.
1600 ബസ്സുകൾ മാത്രം. ഈ 1600 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന 80 കോടി വരുന്നത്. ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് നമുക്ക് സിമ്പിൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഈ 70-80 കോടി എന്ന് പറഞ്ഞാൽ ഒരു 7 ട്രിപ്പ് ഉണ്ടാവും ഒരു ദിവസം, 7-8 ട്രിപ്പ് ഉണ്ടാവും ഒരു ദിവസം. ഈ 1600 ഇൻറ്റു 7 ഇൻറ്റു ഒരു 49 സീറ്റായിരുന്നു സാർ പറഞ്ഞത്, 49 സീറ്റ് ഇൻറ്റു 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഏകദേശം 80 കോടി വരും. ഇതാണ് കണക്ക്. ഇതിനൊക്കെ ആദ്യം എത്ര ബസ്സിന് കൊടുക്കുന്നൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്ര തന്നെ. അപ്പം ഈ ഫ്രീ ആയിട്ട് ബസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 1600 ബസ്സിൻ്റെ അകത്ത് ആൾക്കാർ കയറി ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഇവിടുന്ന് ആലുവയിൽ നിന്ന് കളമശ്ശേരിക്ക് ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഞാനിപ്പോൾ ആദ്യം ഒരു പ്രൈവറ്റ് ബസ് വരികയാണ്, ഒരു സ്ത്രീ അവിടെ ബസ് കയറാൻ നിൽക്കുകയാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ബസ്സിൽ കയറേണ്ട കാര്യമില്ല. കാരണം എന്താ, എനിക്ക് ഫ്രീ ആയി പോകാൻ പോകുന്ന ഒരു ബസ് പുറകെ വരുന്നുണ്ട്, ആ സ്ത്രീ ആ ബസ്സിൽ കയറും. ഇപ്പം ഞാൻ സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികൾ റോഡ് സൈഡിൽ കാണുന്നുണ്ട്. KSRTC വരുമ്പോൾ കയറാറില്ല. കാരണം എന്താ, KSRTCക്ക് 10 രൂപ കൊടുക്കണം. 10 രൂപേൻ്റെ ഈ പറയുന്ന ടോക്കണുള്ള ആൾക്കാർക്ക് മാത്രമേ KSRTC ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ബസ് വരുന്ന സമയത്ത് പിള്ളേരെല്ലാം കൂടി തള്ളി കയറും. എന്തിനു വേണ്ടിയാണ് പിള്ളേർ തള്ളി കയറുന്നത്? കാരണം ഭയങ്കരമാണ്, എല്ലാ ബസ് തടഞ്ഞു നിർത്തലും ബഹളം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ കുട്ടികൾ തള്ളി കയറുന്നുണ്ടാണ്. KSRTC കയറാത്തതുകൊണ്ടാണ് അവരെടുത്ത് പാസ് ഉണ്ടാവത്തില്ല, അതുകൊണ്ടാണ് കയറാത്തത്. ഇത് കേരളത്തിൻ്റെ പൊതുബോധമാണ്. അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ സ്മൃതി നേരത്തെ പറഞ്ഞു എന്താണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ശാക്തി. മേഡം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ 21 ലക്ഷം ആൾക്കാർ, 21 ലക്ഷം സ്ത്രീകൾ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നുണ്ട്. ഈ 270 തുടങ്ങി 350 രൂപ വരെ കിട്ടുന്ന തൊഴിലുറപ്പ് ജോലിക്ക് 21 ലക്ഷം ആൾക്കാർ പോകുന്നുണ്ട്. കാരണം അവർ സാമ്പത്തികമായി അത്ര അടിസ്ഥാനമായി താഴേക്കടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 10 കിലോമീറ്റർ 20 കിലോമീറ്റർ 60 രൂപ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സംവിധാനം ഇല്ല. അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് ഈ പറയുന്ന UDF സർക്കാർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് പിണറായി വിജയന് ഈ പറയുന്ന UDF LDF തമ്മിൽ വോട്ടിൻ്റെ വ്യത്യാസം എത്രയോ? 20 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ ആകെ. അല്ല, ഒരു 81 ലക്ഷം ഇവിടെ കിട്ടി, ഒരു 80,90,000 അങ്ങോട്ട് 59,000 ഇവിടെ കിട്ടി, 1,03,000-5,000 കൊണ്ട് UDF കിട്ടി. 20 ലക്ഷം വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞതിനെ പറ്റി പറഞ്ഞോട്ടെ. അപ്പം 20 ലക്ഷം വോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ഇത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല. അവരെ സംബന്ധിച്ച് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ 60 രൂപയുടെ ലാഭം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അത്രയും ആൾക്കാർ അവർക്ക് അനുകൂലമായി. പിന്നെന്താ, ഈ പറയുന്ന 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് 1000 രൂപ കിട്ടുന്ന അവർ പ്രതീക്ഷിച്ചു. കേരളത്തിൽ ഈ പറയുന്ന ഫ്രീ ബി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് ഈ പറഞ്ഞ UDF സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ് നിങ്ങൾക്ക് ഫ്രീ തരാം, ഞങ്ങൾ വോട്ട് തരൂ എന്ന് പറയുന്ന സംവിധാനം. ഇന്നേ വരെ കേരളം കേൾക്കാത്തൊരു സംവിധാനമാണ്. നിങ്ങൾക്ക് 25 ലൈഫ് ഇൻഷുറൻസ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇനി ലൈഫിൽ ഞാൻ 1 രൂപ പോലും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട, സർക്കാർ ഫ്രീ തരുമെന്ന് വിചാരിച്ചു പോയി കേരളത്തിലെ ജനങ്ങൾ. രണ്ടാമത് കേരളത്തിലെ സ്ത്രീകൾ എന്ന് വിചാരിച്ചു ഇനി KSRTCയിൽ യാത്ര ചെയ്യാൻ 1 രൂപ പോലും വേണ്ട എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കേരളത്തിലുള്ള ഈ പറയുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രഖ്യാപിച്ചുള്ളൂ. എന്താ കോളേജ് വിദ്യാർത്ഥികൾ മാത്രം പ്രഖ്യാപിച്ചത്? കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലല്ലോ. കോളേജ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വോട്ടുള്ളവരാണ്, അവരുടെ വോട്ടും കൂടെ വേണമായിരുന്നു. അപ്പോൾ അവർക്കും കൊടുക്കാൻ പറഞ്ഞു 1000 രൂപ. മനസ്സിലായോ? അപ്പം ഇതൊക്കെ വിശ്വസിച്ചിട്ട് യുവാക്കൾക്ക് എന്ന് പറഞ്ഞാൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ജോലിയില്ലാതെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയി അവർക്ക് UDF വോട്ട് ചെയ്തു. അപ്പോൾ ഇത് ഈ ഫ്രീ ബി എന്ന് പറയുന്ന പരിപാടി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് സംവിധാനം തരാം, വോട്ട് ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ആ സംവിധാനത്തിൽ വിശ്വസിച്ചുപോയി കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് 102 സീറ്റിൽ ഈ പറഞ്ഞ അധികാരത്തിൽ വന്നത്. എന്നിട്ട് ആ 102 സീറ്റ് വോട്ടിൽ അധികാരത്തിൽ വന്ന സമയത്ത് അത് മനസ്സിലാക്കിയില്ല. അന്ന് മനസ്സിലാക്കാതെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറയാണ്. പ്രതിപക്ഷം എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എവിടേക്ക് പോവാ? നിങ്ങൾക്ക് മൂന്നാറിലേക്ക് പോകണോ? നിങ്ങൾക്ക് ടൂറിസം പിന്നെ യാത്രയ്ക്ക് പോകണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പോകണോ? എവിടേക്ക് പോകുന്നതിലേക്ക് എന്താ? നിങ്ങൾക്ക് വെറുതെ എവിടെ വേണമെങ്കിലും പോവാം, നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന് കേരളത്തിലെ ജനങ്ങളോടാണ് പറയുന്നത്. അത് ഓർഡിനറി ബസ്സിൽ പോകുന്നവരോടല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഓർഡിനറി ബസ്സിൽ പോകുന്നല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് ഈ പ്രകടന പത്രിക വ്യക്തമായിട്ട് എഴുതാണ്. കേരളത്തിലെ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്നല്ലല്ലോ പറഞ്ഞത്. എന്നിട്ട് പറയാണ് നിങ്ങൾ LDF അത് ചെയ്തിട്ടില്ലല്ലോ. LDF ഇന്നേ കാലം ഇതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ 15-ാം തീയതി തുടങ്ങി ഫ്രീ തരാം, 10-ാം തീയതി തുടങ്ങി ഫ്രീ തരാം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുറെ കാണിച്ചോണ്ടാ. ഡേറ്റ പ്രശ്നമാണ്. ഞങ്ങൾ അധികാരം, അതൊരു വിശ്വാസമാണ്. മനസ്സിലായില്ലേ? ഞങ്ങളൊരു പ്രകടന പത്രിക ഇറക്കാതെ ചെയ്ത് 5 ഗ്യാരണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറി ബസ്സിൽ കയറി പറയുകയാണ് എന്ത്, നിങ്ങൾക്ക് മെയ് മാസം 15-ാം തീയതി തുടങ്ങി കേരളത്തിലെ KSRTC ഫ്രീ ആണെന്ന് പറയുകയാണ്. എന്നിട്ട് അതിനെ വെട്ടിച്ചുരുക്കി അതിനെ 1600 ബസ്സിലേക്ക് മാത്രമാക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രശ്നം. ഞാൻ ഈ പറയുന്ന ഈ ധനകാര്യ വിദഗ്ധർ ചെയ്തു വെച്ച പരിപാടിയെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ 9,000 വരുന്ന പ്രൈവറ്റ് ബസ്സുകാരിന് എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പ്ലാനുണ്ടോ? 4 ദിവസം കൊണ്ട് പൊളിയും. കാരണം എന്താ അറിയോ? 22-ാം തീയതി 21-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി എല്ലാ മാസവും അടവടയ്ക്കുന്ന ബസ്സുകളാണ് കേരളത്തിൽ കൊടുത്ത പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ. മനസ്സിലായോ? 1 രൂപ ടാക്സ് കുറച്ച് കൊടുക്കുന്നില്ലല്ലോ. 49 സീറ്റിന് 49 സീറ്റിന് ഓരോ സീറ്റിന് എണ്ണം വെച്ച് KSRTCയും MVDയും പൈസ മേടിക്കുന്നില്ല. നിങ്ങൾ ടാക്സ് കുറച്ച് കൊടുക്കുന്നില്ല. കേരളത്തിലെ ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ ഈ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. ഇനി തുടങ്ങിയിട്ട് ഇൻട്രസ്റ്റ് ഞങ്ങളിതാ 11%, 12% ബസ്സിന് ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. കേസിന് ലോൺ എടുക്കുന്ന ഈ 11%, 12% ഇൻട്രസ്റ്റിനാണ് ഈ പ്രൈവറ്റ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. കേരളത്തിലെ 9,000 വരുന്ന ബസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പലിശരഹിത ലോൺ തരും എന്ന് പറഞ്ഞോ?
പറഞ്ഞില്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങൾ എന്തോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അറിയോ, 9,000 ഒരു ബസ്സിൽ 3 പണിക്കാരുള്ളത്, ജോലിക്കാരുള്ളത്, 9,000 3 ജോലിക്കാർ എന്ന് പറഞ്ഞാൽ എത്രയാ? 27,000 ജോലിക്കാരെ വൈറ്റത്താണ് ഒരു ദിവസം രാവിലെ അടിച്ചത്. മനസ്സിലായോ? 800 നിങ്ങൾ 80 കോടിയുടെ നഷ്ടമല്ല കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ധനകാര്യ വിദഗ്ധനാണ് എന്ന് പറയുന്നത് വലിയ പൊങ്ങച്ച പറഞ്ഞിട്ട് കാര്യമില്ല. ധനകാര്യ വിദഗ്ധൻ എന്ന് പറയുന്ന പവർ കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട സംവിധാനമാണ്. അത് നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ ഇനി ഇത് നിങ്ങൾ 800 കോടിക്ക് ഈ കരയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾ എങ്ങനെയായി വിദ്യാർത്ഥികൾ 1000 രൂപ കൊടുക്കുക? ഇനി അങ്ങനെ നിങ്ങൾ 25 ലക്ഷം രൂപ. അപ്പം നിങ്ങൾ പറയണം കേരളത്തിൽ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. പറയില്ലല്ലോ. ഒരു ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ഒരു ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നില്ല. ഈ നടപ്പിലാക്കിയ ഇന്ദിരാ ഗ്യാരണ്ടി ഞാൻ പറയാം. ഇനി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സാറേ. 2500-3000 കോടി രൂപയാണ് KSRTCക്ക് ഓരോ വർഷം കൊടുക്കേണ്ടത്. 3000 കോടി. ഇപ്പൊ 125 കോടി കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ 80 കോടി കൂടെ കൊടുക്കണമല്ലോ. അപ്പോൾ 200 കോടിയായല്ലോ. 12 × 2500 കോടി കൊടുക്കണ്ടേ? അത് മാത്രമല്ല, 2500 മാത്രം പോരാ. ഇനി എന്താണ്? ഇനി ഈ പറയുന്ന അല്ലാതെ ഇത് കയറുന്നതുകൊണ്ടുണ്ടാകുന്ന അല്ലാത്ത നഷ്ടങ്ങൾ വേറെ ഉണ്ടാവും. ആവറേജ് 3000 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് ഓരോ വർഷം ഒരേ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മാറ്റി വെക്കണം. മറ്റെന്താ അറിയോ? മറ്റേ ഷർട്ടഡ് ആയിരുന്നു എല്ലാവർക്കും. കാരണം 1 രൂപയും 2 രൂപയും വന്ന് കേരളത്തിലെ 1.5 കോടി ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു പോകുന്ന പൈസയായിരുന്നു. അത് എഫക്റ്റഡ് അല്ലായിരുന്നു. അത് എഫക്റ്റഡ് പാർട്ടീസ് അല്ലായിരുന്നു. ഇപ്പം എന്താ? ഇതിപ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടി 3000 രൂപ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? കേരളത്തിന്റെ ബഡ്ജറ്റ് എത്രയാ? കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ പലിശ 10%-ലധികം പൈസ ഒരേ ഒരു സംവിധാനത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഒരേ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെത്ത്. എന്നിട്ട് ധവളപത്രം ഇറക്കിയിട്ട് പറയാണ് കേരളത്തിൽ നഷ്ടം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് KSRTC ആണ് എന്നുള്ളതാണ്. ഇത് ധവളപത്രം ഇറക്കുമ്പോൾ മനസ്സിലായല്ലോ കേരളത്തിൽ നഷ്ടം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം KSRTC ആണെന്ന്. എന്നിട്ട് അതിനെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശാക്തീകരിക്കാൻ പോവുകയാണ് എന്നിട്ട് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസുള്ള ആൾക്കാർക്കാണ് മനസ്സിലാകുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ യെല്ലോ കാർഡിലുള്ള ആൾക്കാർ, ഇവർക്കിപ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. മനസ്സിലായോ? ഇപ്പം എന്താ? ഓർഡിനറി ബസ്സിന്റെ ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ഓർഡിനറി ബസ് ഓടുന്നവർ മുഴുവൻ എവിടെയാണ്? സിറ്റിയിലല്ല കേട്ടോ, സിറ്റിക്ക് പുറത്താണ്. അതിൻ്റെ അകത്ത് കൂടുതൽ ബസ് ഓടുന്നത് ടൗൺ ടു ടൗൺ ബസ്സുകളാണ്. ഈ ടൗൺ ടു ടൗൺ ബസ്സിനകത്ത് ഇതില്ല. അപ്പം സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? തൊഴിലിന് പോകുന്ന സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? അവരെ വീട്ടിൽ നിന്ന് അവരെ വീട്ടിൽ നിന്നും സിറ്റിയിലേക്കാണ് ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ടൗൺ ടു ടൗൺ ബസ്സിൽ ഈ സംവിധാനമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയാണ് ഇത് ഞങ്ങൾ സ്ത്രീകൾ ശാക്തീകരണത്തിനാണ്. അപ്പോൾ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞ് ഇത്രയും ദിവസം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച് പറയാം, ഇതിപ്പം ഈ 1 മാസം അപ്പുറത്തേക്ക് മെയ് 4-ാം തീയതി 14-ാം തീയതി വന്നാണല്ലോ. ഇപ്പോൾ 1 മാസം അപ്പുറത്തേക്ക് ജൂൺ 15-ാം തീയതി നടപ്പിലാക്കുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇത് പഠിച്ച് ഇത് കേരളത്തിലെ ഒരു 10-20% സ്ത്രീകൾക്ക് വൃത്തിയായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നടപ്പിലാക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നടപ്പിലാക്കിയ എന്താ? തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു 80% ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 40% തിരുവനന്തപുരം ഇരിക്കട്ടെ, ബാക്കി ഒരു 40% കൊച്ചിയിൽ ഇരിക്കട്ടെ. സാറേ, 40% തിരുവനന്തപുരത്തും കൊച്ചിയല്ല. അവിടെ പിന്നെയും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലകളുണ്ട്. ഇടുക്കി, കാസർഗോഡ്, വയനാട്, ഈ പറയുന്ന മലപ്പുറം ജില്ലകളൊക്കെ. കാരണം പകുതി ജനസംഖ്യയുടെ ഏറ്റവും വലിയ ജനസംഖ്യ സാധ്യതയുള്ള സ്ഥലം ഏതാ? മലപ്പുറം ജില്ലയില്ല. അവിടെ ആകെയുള്ള ബസ് എത്രയാ? 21. അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, മലബാറിലെ 5 ജില്ലകൾക്കുള്ളത് ആകെ 21 ഡിപ്പോകളാണ്. ആ 21 ഡിപ്പോയിൽ ഓരോ ഡിപ്പോയിൽ എത്ര ബസ് ഉണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. നാളെ നമ്മുടെ റിപ്പോർട്ടർമാരോട് പറയുക, ഈ 5 ഡിപ്പോയിൽ പോവുക, നിങ്ങൾക്ക് മൊത്തം ഓർഡിനറി ബസ് എത്ര 5 ജില്ലയിലുണ്ടെന്ന് നോക്കിയാൽ 200-ൽ താഴെയായിരിക്കും, അല്ലെങ്കിൽ 250-ൽ താഴെയായിരിക്കും. ഈ 250-ൽ താഴെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ അറിയാം എത്രയാണ്? 40 ലക്ഷം 50 ലക്ഷം കണ്ട് മലപ്പുറം ജില്ലയ്ക്ക് മാത്രമുണ്ട്, ഇല്ലേ? 8 ലക്ഷം ഉണ്ട് വയനാട്ടിൽ, 10-14 ലക്ഷം ഉണ്ട് മലപ്പുറത്ത്, കോഴിക്കോട് 10-14 ലക്ഷം ഉണ്ട്, 10 ലക്ഷം ഉണ്ട് കണ്ണൂർ, ബാക്കി കാസർഗോഡുണ്ട്. ഏകദേശം 85 ലക്ഷം 90 ലക്ഷം ആൾക്കാർക്ക് ഉള്ളത് ആകെയുള്ളത് 200 ബസ്സിൽ താഴെയാണ്. എന്നിട്ടാണ് പറയുന്നത് കേരളത്തിൽ ഞങ്ങൾ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇത് വൃത്തിയായി പഠിച്ച് കേരളത്തിലെ 10% സ്ത്രീകൾക്ക് ഇനിയെങ്കിലും ഈ പറയുന്ന പ്ലാൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് 200 ബസ്സേ ഉള്ളൂ മലബാറിൽ, അതുകൊണ്ട് 200 ബസ്സിൽ നടപ്പിലാക്കുന്നു എന്ന് പറയണ്ടേ? ഞങ്ങൾക്ക് 200 ബസ് മലബാറിലുണ്ട്, 200 ബസ്സിൽ നടപ്പിലാക്കുന്നു, ബാക്കി തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാം. അപ്പം അവർക്ക് കാരണം പാവപ്പെട്ട സ്ത്രീകൾ അതിലും കയറി പോകാൻ പറ്റും. ഇതൊരു സംവിധാനമില്ലാതെ ഇത് പ്ലാൻ തന്നെ പൊളിഞ്ഞിട്ടാണുള്ളത്. പിന്നെ ജനങ്ങളെന്ന് വിചാരിച്ചു, കാരണം ഞങ്ങൾക്ക് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുകയാണല്ലോ. ഏതാ കേരളത്തിൽ ഇനി തുടങ്ങി പൈസ വേണ്ട യാത്ര ചെയ്യാൻ എന്നുള്ള പൊതുബോധം സൃഷ്ടിപ്പെട്ട് അതിൽ വീട് പോയി. കാരണം മലയാളി ആദ്യമായതുകൊണ്ട് മാത്രമാണ് അവസ്ഥ പരിഹരിച്ചതിന് ശേഷം മതി ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണോ അഭിപ്രായം? ഏത് അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്. രണ്ട് വാദമല്ല, എല്ലാ ബസ്സിലും നടപ്പാക്കണമെന്ന് പറയുന്നത് ഞാൻ പറയാത്ത കാര്യം എന്റെ വായിൽ വെച്ചല്ല. ഞാൻ പറയട്ടെ കേരളത്തിലെ സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായി താഴേക്കടയിൽ ലോസ് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരേപോലെ നടപ്പിലാക്കാനുള്ള സാമാന്യ ബോധം എങ്ങനെ കേരള സർക്കാർ ഉണ്ടാവണമെന്ന് പറഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.